നമസ്കാരം. ഫോട്ടോത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നല്ലൊരു പൂവ് കണ്ടു കഴിഞ്ഞാൽ ക്യാമറ എടുത്തിട്ട് ഒരു ചിത്രം എടുക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാധാരണ ചിത്രത്തിനെ പോലും നല്ല രീതിയിൽ കളർ ഗ്രേഡ് ചെയ്താൽ വേറെ ലെവലിലുള്ള ഒരു ചിത്രമാക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഫോട്ടോത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ലൈറ്റ് റൂം മൊബൈൽ ഉപയോഗിച്ചിട്ട് ഫ്ലവർ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ പറ്റിയ 2 കിടിലൻ സ്റ്റൈലുകൾ പരിചയപ്പെടുത്തുകയാണ്. നമ്മൾ ആദ്യത്തെ എഡിറ്റ് ഡാർക്ക് ഗ്രീൻ ടോണാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇമേജ് ലൈറ്റ് റൂമിൽ ഓപ്പൺ ചെയ്യാം, ബേസിക് ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം. ആദ്യം നമ്മൾ ലൈറ്റ്സിൽ പോവുക. നമ്മൾ എക്സ്പോഷറും കോൺട്രാസ്റ്റും ഒന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. ഹൈലൈറ്റ്സ് നമുക്ക് കുറച്ചിട്ട് ഒരു -45 റേഞ്ചിലോട്ട് കൊണ്ടുവരാം. ദെൻ ഷാഡോസ് നമുക്ക് കൂട്ടിയിട്ട് ഒരു 21 റേഞ്ചിലോട്ട് കൊണ്ടുവരാം. ദെൻ വൈറ്റ്സ് നമുക്ക് കുറയ്ക്കാം. വൈറ്റ്സ് നമുക്ക് ഒരു -30 റേഞ്ചിൽ മതി. ബ്ലാക്ക്സ് നമുക്ക് കൂട്ടിയിട്ട് ഒരു 25 റേഞ്ചിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത്രയായാലും നമ്മുടെ ബേസിക് ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ കേർവ് അഡ്ജസ്റ്റ്മെൻറ്റിലോട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കേർവ്സിൽ ക്ലിക്ക് ചെയ്യാം. കേർവ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആദ്യം ഒരു ബേസിക് എസ് കർവ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചിത്രത്തിന് നല്ലൊരു കോൺട്രാസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനൊരു ഫേഡഡ് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് താഴത്ത് നിന്ന് ഈ ബ്ലാക്ക് പോയിന്റ് ഒരല്പം പൊക്കി വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് ടോപ്പിൽ നിന്ന് വൈറ്റ് പോയിന്റ് നമുക്ക് ഒരല്പം താഴ്ത്തി വയ്ക്കാം. അപ്പോൾ നമുക്ക് ചിത്രത്തിന് നൈസ് ആയിട്ടുള്ള ഒരു ഫേഡഡ് ലുക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഡൺ കൊടുക്കാം. അടുത്ത് നമുക്ക് കളർ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് കളർ മിക്സിൽ പോവാം. കളർ മിക്സിൽ പോയിട്ട് നമുക്കവിടെ മിക്സിൽ ക്ലിക്ക് ചെയ്യാം. കളർ മിക്സിൽ പോയാൽ നമുക്ക് ആദ്യം റെഡിൽ നമ്മൾ സാച്ചുറേഷൻ മാത്രം ഒരല്പം കുറയ്ക്കുക. ഒരു -30-35 റേഞ്ചിലോട്ട് നമുക്ക് റെഡിൻ്റെ സാച്ചുറേഷൻ കൊണ്ടുവരാം. അതുപോലെ തന്നെ അതിൻ്റെ ലൂമിനൻസ് ഒരല്പം കൂട്ടി വയ്ക്കാം. ഒരു 23-25 റേഞ്ചിലേക്ക് നമുക്ക് ഇതിൻ്റെ ലൂമിനൻസ് നമുക്ക് കൂട്ടി വയ്ക്കാം. അടുത്തായിട്ട് നമുക്ക് ഓറഞ്ച്. അപ്പോൾ ഓറഞ്ചിന് നമ്മൾ ഹ്യൂ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. നേരെ സാച്ചുറേഷൻ നമ്മൾ ഓറഞ്ചിന് സാച്ചുറേഷൻ കുറച്ചിട്ട് ഒരു -25 റേഞ്ചിലേക്ക് കൊണ്ടുവരും. അടുത്തത് യെല്ലോൻ്റെ കേസിലും നമ്മൾ ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. സാച്ചുറേഷൻ മാത്രം നമ്മൾ കുറച്ചിട്ട് ഒരു -20 റേഞ്ചിലോട്ട് കൊണ്ടുവരും. ലൂമിനൻസ് നമ്മളൊരു അല്പം കൂട്ടിയിട്ട് 10 റേഞ്ചിലോട്ട് കൊണ്ടുവരും. അടുത്തത് ഗ്രീനാണ് ഈ ചിത്രത്തിൻ്റെ മൊത്തം ടോണ് നിശ്ചയിക്കുന്ന കളറ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രീനിൻ്റെ ഹ്യൂ നമ്മൾ കൂട്ടിയിട്ട് ഒരു ഡാർക്ക് ഗ്രീനിലേക്ക് കൊണ്ടുവരിക. ഒരു 60-65 റേഞ്ചിലുള്ള ഗ്രീൻ ഓക്കെ ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഗ്രീനിൻ്റെ സാച്ചുറേഷൻ നമ്മൾ കുറച്ചിട്ട് ഒരു -50-55 റേഞ്ചിലേക്ക് നമ്മൾ അതിൻ്റെ സാച്ചുറേഷൻ കൊണ്ടുവരും. ലൂമിനൻസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. അടുത്തത് നമ്മൾ അക്വയുടെ ഹ്യൂ നമ്മൾ ഒരു +10 റേഞ്ചിലോട്ട് നമ്മൾ കൂട്ടും. ദെൻ സാച്ചുറേഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കുറച്ചിട്ട് ഒരു -100ലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ദെൻ അതിൻ്റെ ലൂമിനൻസ് നമ്മളൊരു +15നും 20ക്കും ഇടയിലുള്ള ഒരു വാല്യൂ നമ്മൾ അതിൻ്റെ ലൂമിനൻസ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാം. ഇനി ബ്ലൂവിൻ്റെ കേസിൽ നമ്മൾ സാച്ചുറേഷൻ മാത്രം നമ്മൾ കുറയ്ക്കുക. സാച്ചുറേഷൻ കുറച്ചൊരു -40 റേഞ്ചിലോട്ട് കൊണ്ടുവരാം. അതുപോലെ തന്നെ അതിൻ്റെ ലൂമിനൻസ് നമുക്കൊരു അല്പം കൂട്ടി ഒരു +5-7 റേഞ്ചിലൊക്കെ നമുക്ക് അതിൻ്റെ ലൂമിനൻസ് വയ്ക്കാം. അടുത്തത് വയലറ്റിൻ്റെ കേസിൽ നമ്മൾ ഹ്യൂ ഒരല്പം കൂട്ടി ഒരു 15-17 റേഞ്ചിലേക്ക് കൊണ്ടുവരാം. സാച്ചുറേഷൻ നമുക്ക് കുറയ്ക്കാം. ഒരു -45 റേഞ്ചിൽ നമുക്ക് സാച്ചുറേഷൻ വയ്ക്കാം. അതുപോലെ തന്നെ ലൂമിനൻസ് നമുക്കൊരു -10 റേഞ്ചിൽ കീപ്പ് ചെയ്യാം. അടുത്തത് പർപ്പിൾ കളറിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഹ്യൂ എന്ന് പറയുന്നത് ഒരു 20 റേഞ്ചിൽ നമുക്ക് കീപ്പ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ സാച്ചുറേഷൻ നമുക്ക് കുറച്ചിട്ട് ഒരു -45 റേഞ്ചിൽ കീപ്പ് ചെയ്യാം. ദെൻ ലൂമിനൻസ് നമുക്കൊരു +3ലേക്കൊക്കെ വയ്ക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കളർ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്ത് കഴിഞ്ഞു. ദെൻ നമുക്ക് ഡൺ കൊടുക്കാം. അടുത്ത നമുക്ക് ഇതിൻ്റെ ഹൈലൈറ്റ്സിലും ഷാഡോസിലും കുറച്ച് കളർ ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രേഡിങ്ങിൽ പോവാം. ഗ്രേഡിങ്ങിൽ പോയിട്ട് ഷാഡോസ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് ഷാഡോസിൽ നമുക്കൊരല്പം ബ്ലൂ ആഡ് ചെയ്യാം. അപ്പം നമ്മളതിൻ്റെ ഒരു ഹ്യൂ വാല്യൂ ഒരു 235-237 ഓക്കെ ആയിരിക്കും. അതിൻ്റെ സാച്ചുറേഷൻ നമുക്ക് കുറച്ചിട്ട് ഒരു 17 റേഞ്ചിലൊക്കെ മതി. ഒരു 15-17 റേഞ്ചിലൊക്കെ ഉള്ള സാച്ചുറേഷൻ ഓക്കെ ആയിരിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഹൈലൈറ്റ്സിലോട്ട് പോവാം. ഹൈലൈറ്റ്സിൽ നമുക്ക് ഒരല്പം യെല്ലോ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പം അതിൻ്റെ ഹ്യൂ വാല്യൂ ഒരു 46 ഒക്കെ മതി. ദെൻ സാച്ചുറേഷൻ നമുക്കൊരു 28-30 റേഞ്ചിലോട്ടുള്ള സാച്ചുറേഷൻ നമുക്ക് കീപ്പ് ചെയ്യാം. ഡൺ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ചിത്രത്തിൻ്റെ കളർ ഗ്രേഡിങ് പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചുകൂടെ ഈ ചിത്രത്തിനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എഫക്ട്സിൽ പോവാം. എഫക്ട്സിൽ പോയിട്ട് നമുക്ക് ക്ലാരിറ്റി ഒരല്പം കൂട്ടാം. ക്ലാരിറ്റി നമുക്കൊരു 15-20 റേഞ്ചിലുള്ള ഒരു ക്ലാരിറ്റി വാല്യൂ നമുക്ക് കൊടുക്കാം. ദെൻ ഒരല്പം വിനിയറ്റി നമുക്ക് ആഡ് ചെയ്യാം. അടുത്ത നമുക്ക് ഡീറ്റെയിൽ ടാബിലോട്ട് പോകാം. അതിൽ പോയിട്ട് നമുക്ക് ഈ ചിത്രത്തിന് ഷാർപ്നെസ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു 20 റേഞ്ചിലുള്ള ഷാർപ്നെസ് ഒക്കെ ഓക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചിത്രം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു കിടിലൻ ഡാർക്ക് ഗ്രീൻ ടോണിലുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു.
രണ്ടാമത്തത് ഡീസാച്ചുറേറ്റഡ് ഗ്രീൻ ടോണിൽ നമ്മൾ എങ്ങനെയാണ് ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യുന്നത് നോക്കാം. ബേസിക് സ്റ്റെപ്സ്, ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം. ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പം ഈ ചിത്രത്തിൽ നമ്മൾ എക്സ്പോഷർ ഒരല്പം കുറയ്ക്കുകയാണ്. ഒരു -0.65 റേഞ്ചിലേക്കൊക്കെ നമ്മൾ കുറയ്ക്കുക. കോൺട്രാസ്റ്റ് നമുക്കൊരല്പം കുറച്ചിട്ട് ഒരു -10 റേഞ്ചിൽ നമുക്ക് അതിൻ്റെ കോൺട്രാസ്റ്റ് വയ്ക്കാം. ദെൻ ഹൈലൈറ്റ്സ് നമുക്ക് കുറയ്ക്കാം. ഹൈലൈറ്റ്സ് നന്നായിട്ട് കുറച്ചിട്ട് ഒരു -40-45 റേഞ്ചിലോട്ട് നമുക്ക് ഹൈലൈറ്റ്സ് കൊണ്ടുവരാം. ഷാഡോസ് നമുക്ക് ഇതിൽ വീണ്ടും കുറയ്ക്കാം. ഒരു -12 റേഞ്ചിലൊക്കെയുള്ള ഷാഡോസ് മതി. വൈറ്റ്സ് കുറയ്ക്കാം, -10 കൊണ്ടുവരാം. ബ്ലാക്ക്സും നമ്മൾ കുറച്ചിട്ട് ഒരു -40 റേഞ്ചിലോട്ട് കൊണ്ടുവരികയാണ്. -40ക്ക് അടുത്തുള്ള വാല്യൂ ഇതിൽ ഓക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തു. ഇനി അടുത്തത് നമുക്ക് കേർവ് അഡ്ജസ്റ്റ്മെൻറ്റിലോട്ട് പോകാം. സെയിം നമ്മൾ മുന്നത്തെ എഡിറ്റിൽ ചെയ്ത പോലെ തന്നെ നമുക്കൊരു ഫെയ്ഡഡ് ലുക്ക് വേണം. അതുകൊണ്ട് ആദ്യം നമ്മളൊരു എസ് കർവ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ബ്ലാക്സിൻ്റെ വാല്യൂ ഒരല്പം പൊക്കി വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഫെയ്ഡഡ് ലുക്ക് വരുന്നത് കാണാം. അതുപോലെ തന്നെ വൈറ്റിൻ്റെ വാല്യൂ നമുക്ക് ഒരല്പം കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫെയ്ഡഡ് ലുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഡൺ കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിത്രത്തിനെ കളർ ഗ്രേഡ് ചെയ്യണം. കളർ ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിലോട്ട് പോകാം. വൈബ്രൻസ് ഒരല്പം കൂട്ടി വെക്കുക, അതായത് ഒരു 14 റേഞ്ചിലോട്ടുള്ള വൈബ്രൻസ് വയ്ക്കുക. അപ്പോൾ ഈ ചിത്രത്തിന് നമ്മളൊരു ഡീസാച്ചുറേറ്റഡ് ലുക്കാണ് കൊടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് സാച്ചുറേഷൻ ഒരല്പം കുറയ്ക്കാം. ഒരു -14-15 റേഞ്ചിലോട്ട് നമുക്ക് സാച്ചുറേഷൻ കുറച്ച് വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കളർ മിക്സിലോട്ട് പോവാം. ഇനി ആദ്യത്തെ നമ്മൾ റെഡ്, ഈ ചിത്രത്തിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന കളറാണ് റെഡ്. അപ്പോൾ നമ്മൾ റെഡിൻ്റെ ഹ്യൂ നമ്മൾ കുറയ്ക്കുകയാണ്. ഒരു -15-16 റേഞ്ചിലോട്ട് നമുക്ക് ഹ്യൂ കൊണ്ടുവരാം. സാച്ചുറേഷനും അതുപോലെ തന്നെ നമുക്കൊരു -15 റേഞ്ചിലോട്ട് കുറയ്ക്കാം. അതുപോലെ ലൂമിനൻസും നമുക്ക് ഒരു -15 റേഞ്ചിലോട്ട് കുറച്ച് വയ്ക്കാം. അപ്പോൾ മൊത്തത്തിൽ ഈ ചിത്രത്തിന് ഒരു ഡീസാറ്റ് ലുക്ക് ആയതുകൊണ്ട് നമ്മൾ ഓറഞ്ചിൻ്റെ സാച്ചുറേഷൻ ഒരു -20 റേഞ്ചിലോട്ട് നമ്മൾ കുറയ്ക്കാം. അടുത്തത് നമുക്ക് യെല്ലോയുടെ കേസിലും സെയിം തന്നെയാണ്. നമ്മൾ മറ്റ് കളർ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ സാച്ചുറേഷൻ മാത്രം ഒരു -30 റേഞ്ചിലോട്ട് നമ്മൾ കുറച്ച് വയ്ക്കും. ഇനി ഈ ചിത്രത്തിൻ്റെ മൂഡിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന കളർ ഗ്രീൻ ആണ്. അപ്പോൾ നമ്മൾ ഗ്രീൻ ചൂസ് ചെയ്തു. എന്നിട്ട് ഗ്രീനിൻ്റെ ഹ്യൂ നമുക്കൊരു യെല്ലോ ടോണിലേക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഹ്യൂ നമ്മൾ നന്നായിട്ട് കുറച്ചൊരു -60 റേഞ്ചിലോട്ട് കൊണ്ടുവരുമ്പോൾ അതിൽ കുറച്ചൊരു യെല്ലോയിഷ് ലുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ അതിൻ്റെ സാച്ചുറേഷൻ നന്നായിട്ട് കുറയ്ക്കുക. ഒരു -45 റേഞ്ചിലോട്ട് നമുക്ക് സാച്ചുറേഷൻ കൊണ്ടുവരാം. ലൂമിനൻസ് നമുക്കൊരു മൂഡി ലുക്ക് ആയതുകൊണ്ട് നമുക്ക് ലൂമിനൻസ് ഒരല്പം കുറയ്ക്കാം. ഒരു -10 റേഞ്ചിലോട്ട് നമുക്ക് ഇതിൻ്റെ ലൂമിനൻസ് നമുക്ക് കുറച്ച് വയ്ക്കാം. അടുത്തത് നമുക്ക് അക്വയുടെ കേസിൽ നമ്മൾ അതിൻ്റെ ഹ്യൂ നന്നായിട്ട് കുറയ്ക്കാം. ഒരു -50 റേഞ്ചിലോട്ട് നമുക്ക് ഹ്യൂ കുറയ്ക്കാം. സാച്ചുറേഷൻ നമുക്കൊരു -60 റേഞ്ചിലോട്ട് കുറച്ച് വയ്ക്കാം. പക്ഷേ അതിൻ്റെ ലൂമിനൻസ് നമുക്കൊരു അല്പം കൂട്ടി വയ്ക്കാം. ഒരു 20-25 റേഞ്ചിലോട്ട് നമുക്ക് അതിൻ്റെ ലൂമിനൻസ് കൂട്ടാം. ബ്ലൂവിൻ്റെ കേസിൽ നമ്മൾ ഹ്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. സാച്ചുറേഷൻ കുറച്ചിട്ട് നമുക്കൊരു -20 റേഞ്ചിൽ ബ്ലൂവിൻ്റെ സാച്ചുറേഷൻ നമുക്ക് കുറച്ച് വയ്ക്കാം. ഇനി ബ്ലൂവിൻ്റെ ലൂമിനൻസ് നമുക്ക് കൂട്ടിയിട്ട് ഒരു 25 റേഞ്ചിൽ നമുക്ക് ലൂമിനൻസും കീപ്പ് ചെയ്യാം. അടുത്തത് വയലറ്റിൻ്റെ കേസിൽ നമ്മൾ സാച്ചുറേഷൻ മാത്രം കുറയ്ക്കാം. ഒരു -20 റേഞ്ചിലേക്ക് സാച്ചുറേഷൻ കുറയ്ക്കാം. ലൂമിനൻസ് നമുക്ക് ഒരല്പം കൂട്ടി വയ്ക്കാം. ഒരു 25 റേഞ്ചിൽ നമുക്ക് ലൂമിനൻസ് കൂട്ടി വയ്ക്കാം. ആൻഡ് ലാസ്റ്റ് നമുക്ക് പർപ്പിളിലോട്ട് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഹ്യൂ നമ്മൾ കുറച്ചിട്ട് ഒരു -5 റേഞ്ച്, അത് -5-7 ഒക്കെ ആയിരിക്കും. സാച്ചുറേഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ ലൂമിനൻസ് നമ്മളൊരു 10 റേഞ്ചിലോട്ട് നമുക്ക് കൂട്ടി വയ്ക്കാം. ഇനി നമുക്ക് കളർ ഗ്രേഡിങ്ങിലോട്ട് പോവാം. അതിൽ നമുക്ക് ഷാഡോസിൽ ഒരു പർപ്പിൾ വയലറ്റ് ലുക്ക് നമുക്ക് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂ വാല്യൂ ഒരു 290ക്ക് അടുത്തുള്ള വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ സാച്ചുറേഷൻ കുറച്ച് മതി. ഒരു നൈസായിട്ടുള്ള ഒരു കളർ മാത്രമേ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് സാച്ചുറേഷൻ ഒരു 10-11 നമുക്ക് കീപ്പ് ചെയ്യാം. ഇനി നമ്മൾ ഹൈലൈറ്റ്സിലോട്ട് വരുമ്പോൾ ഹൈലൈറ്റ്സിലോട്ട് നമ്മളൊരു യെല്ലോ കളറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹ്യൂ വാല്യൂ നമുക്കൊരു 60ക്ക് അടുത്തുള്ള ഒരു വാല്യൂ സെലക്ട് ചെയ്യാം. സാച്ചുറേഷൻ ഒരു 25 അടുത്തുള്ള വാല്യൂം സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഡൺ കൊടുക്കാം. എഫക്ട്സിൽ പോയിട്ട് നമുക്ക് ക്ലാരിറ്റി കുറച്ച് കൂട്ടാം. ഒരു 25 അടുത്തുള്ള വാല്യൂവിൽ നമുക്ക് ക്ലാരിറ്റി സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഈ ചിത്രത്തിൻ്റെ സെൻറ്ററിലോട്ട് കുറച്ചുകൂടി ഒരു അറ്റൻഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് വിനിയേറ്റ് ആഡ് ചെയ്യാം. ഒരു -20 റേഞ്ചിലുള്ള വിനിയേറ്റ് ഈ ചിത്രത്തിന് ഓക്കെ ആയിരിക്കും. ഇനി അതിൻ്റെ ഫെദർ നമുക്ക് കുറച്ച് കൂട്ടിയിട്ട് ഒരു 60 റേഞ്ചിലുള്ള ഒരു ഫെദറും നമുക്ക് കീപ്പ് ചെയ്യാം. അപ്പോൾ ഡീറ്റെയിൽ പോയിട്ട് നമുക്ക് ഷാർപ്പനിങ് കുറച്ച് കൂട്ടാം. ഒരു 60-65 റേഞ്ചിൽ നമുക്ക് ഷാർപ്പനിങ് കീപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലൊരു ഡീസാച്ചുറേറ്റഡ് ഗ്രീൻ ലുക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു.